ഹായ് ഫ്രണ്ട്സ്, നമുക്കങ്ങനെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള എഗ് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഗ് പ്ലാന്റ് എന്നാണ് പറയുക. നമ്മുടെ നാട്ടിൽ വഴുതനങ്ങ ശരിക്കും നമ്മുടെ നാട്ടിൽ ഗ്രീൻ കളറിലൊക്കെ വളരെയധികം ഞാൻ കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ അമ്മച്ചി നന്നായിട്ട് തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കുന്ന ആ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്നാലും അത്ര ടേസ്റ്റി ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള വളരെയധികം ഞങ്ങൾക്കിവിടെ എപ്പോൾ വഴുതനങ്ങ ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വളരെയധികം സ്പൈസി ആയിട്ടും അതുപോലെ നാട്ടിലെ ഒരു നമ്മൾ കറിയൊക്കെ കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കണം. അമ്മച്ചി അതിൽ സബോള അങ്ങനെ ഇടാറില്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് സബോള അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ നന്നായിട്ട് ഒഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഉണ്ടാക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ്. ഇത് ശരിക്കും നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ ശരിക്കും എല്ലാവരും ബ്രിഞ്ചോൾ എണ്ണയിലിട്ട് വറുത്തൊക്കെ കഴിക്കുന്നത് കാണാം. പക്ഷെ അത്ര അധികം എണ്ണ നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ശരിക്കും ഉലർത്തിയെടുക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉപ്പ് അവസാനം ഇടുക. കാരണം ഇതിങ്ങനെ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ തന്നെ ഉപ്പ് കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആകെക്കൂടി ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് എപ്പോഴും ലാസ്റ്റ് ഇടാൻ നോക്കാം. ഏറ്റവും ലാസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസസ് സ്മോൾ വേൾഡ്.